ഹരേ കൃഷ്ണ. ഇന്നത്തെ ചൈതന്യ ചേതം ക്ലാസ്സിലോട്ട് വന്നു ചേർന്ന് ഭക്തന്മാർക്ക് വിനീതമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 8, ഗ്രന്ഥകർത്താവ് കൃഷ്ണന്റെയും ഗുരുവിന്റെയും ആജ്ഞകൾ സ്വീകരിക്കുന്നു എന്ന അധ്യായം 8-ാം അധ്യായത്തിലെ 40-ാമത്തെ ശ്ലോകം മുതലാണ്, 40th ശ്ലോകം മുതലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 8, ശ്ലോകം 40. വൃന്ദാവന ദാസപദേ കോടി നമസ്കാര ഐച്ചേ ഗ്രന്ഥ കരി തേൻ ഹോ താരീല സംസാര. ശബ്ദാർത്ഥം: വൃന്ദാവന ദാസപദേ, വൃന്ദാവനദാസയുടെ പാദങ്ങളിൽ കോടി കോടി നമസ്കാര പ്രണാമങ്ങൾ. ഐച്ചേ അത്തരം, ഗ്രന്ഥം കരി ചിട്ടപ്പെടുത്തുക, തേൻഹോ അദ്ദേഹം, താരില മോചിപ്പിച്ചു, സംസാര എല്ലാ ലോകങ്ങളും. വിവർത്തനം: വൃന്ദാവനദാസ ഠാക്കൂറിന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ കോടിക്കണക്കിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. പതീതാത്മാക്കളുടെ മോചനത്തിനു വേണ്ടി അത്തരമൊരു ഗ്രന്ഥം രചിക്കാൻ മറ്റാർക്കും സാധ്യമല്ല. ഈ ഒരു ശ്ലോകത്തിന് ഭാവാർത്ഥമില്ല. അപ്പൊ അടുത്ത ശ്ലോകത്തിലൂടെ നമുക്ക് കിടക്കാം. ശ്ലോകം 41. നാരായണി ചൈതന്യര ഉച്ഛിഷ്ടാഭാജന താണ്ഡഗർഭേ ജന്മീര ശ്രീദാസ വൃന്ദാവന. നാരായണി ചൈതന്യര ഉച്ഛിഷ്ടാഭാജന താണ്ഡഗർഭേ ജന്മീര ശ്രീദാസ വൃന്ദാവന. നാരായണി ചൈതന്യര ഉച്ഛിഷ്ടാഭാജന താണ്ഡഗർഭേ ജന്മീര ശ്രീദാസ വൃന്ദാവന. ശബ്ദാർത്ഥം: നാരായണി ചൈതന്യര്, ശ്രീ ചൈതന്യന്റെ ഉച്ഛിഷ്ട ഭാജന, ഭക്ഷണത്തിന്റെ അവശിഷ്ടം ഭുജിക്കുന്നവൻ, താൻഡ്ര അവളുടെ, ഗർഭത്തിൽ ജന്മമെടുത്തു, ശ്രീദാസ വൃന്ദാവന ശ്രീല വൃന്ദാവന ദാസ ഠാക്കൂർ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാനന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാൻ ശീല പ്രഭുപാദ കി ജയ്. വിവർത്തനം: നാരായണി ചൈതന്യ മഹാപ്രഭുവിന്റെ ഉച്ഛിഷ്ടം നിത്യേന ഭക്ഷിച്ചിരുന്നു. ശ്രീല വൃന്ദാവനദാസ ഠാക്കൂർ അവളുടെ ഗർഭത്തിൽ നിന്നായിരുന്നു ജനിച്ചത്. ഭാവാർത്ഥം: കവി കർണപൂരൻ രചിച്ച ഗൗരഗണാദേശ ദീപിക എന്ന ഗ്രന്ഥത്തിന്റെ 43-ാം ശ്ലോകത്തിൽ ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ സഹചരന്മാരെ കുറിച്ചും അവർ മുമ്പ് ആരെല്ലാമായിരുന്നുവെന്നും വിവരിച്ചിട്ടുണ്ട്. അവിടെ നാരായണിയെ സംബന്ധിച്ച് ഇപ്രകാരം പ്രസ്താവനയുണ്ട്: അംബികായാസ്വാസ് സ്വസായാസിൻ നാംന ശ്രീല ക്ലിംബിക കൃഷ്ണോചിഷ്ടം പ്രഭുജ്ഞാന സേയം നാരായണി മത. ശ്രീകൃഷ്ണ ഭഗവാൻ ശിശുവായിരുന്നപ്പോൾ അംബിക എന്ന ഒരു സ്ത്രീയാൽ പരിചരിക്കപ്പെട്ടിരുന്നു. അവൾക്ക് കിളിംബിക എന്ന് നാമം ഉള്ള ഒരു ഇളയ സഹോദരി ഉണ്ടായിരുന്നു. ചൈതന്യ അവതാരത്തിൽ അതേ കിളിംബിക ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ ഉച്ഛിഷ്ട ഭക്ഷണം ഭക്ഷിക്കുകയായിരുന്നു. ആ കിളിംബികയായിരുന്നു ശ്രീവാസ് ഠാക്കൂറിന്റെ അനന്തരവനായ നാരായണി. പിന്നീട് വളർന്ന വിവാഹിതയായ അവളുടെ ഗർഭത്തിൽ നിന്നാണ് ശ്രീല വൃന്ദാവനദാസ ഠാക്കൂർ ജനിച്ചത്. ഒരു കൃഷ്ണഭക്തൻ താൻ അനുഷ്ഠിക്കുന്ന ഭഗവത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധനാകുന്നത്. അപ്രകാരം ശ്രീല വൃന്ദാവനദാസ ഠാക്കൂറിനെ നാരായണിയുടെ പുത്രൻ എന്ന നിലയിൽ നാം അറിയുന്നു. അദ്ദേഹത്തിന്റെ പിതൃ പാരമ്പര്യം അറിയേണ്ട ആവശ്യമില്ലാത്തതിനാൽ അത് പ്രതിപാദിക്കപ്പെട്ടിട്ടില്ലെന്ന് ശ്രീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ചൂണ്ടിക്കാട്ടുന്നു. ഹരേ കൃഷ്ണ. ഓമജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാക്യ ചക്ഷുർമീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതമേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാന്തീശ്ച പദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗന രഘുനാഥാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നിത്യാനന്ദനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര
ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ പഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ചൈതന്യചരിതാമൃതത്തിലെ ആദിലീലയിലെ 8-ാം അധ്യായം അല്ലെ. 8-ാം അധ്യായം എന്ന് പറയുന്നത് ഗ്രന്ഥകർത്താവ് കൃഷ്ണന്റെയും ഗുരുവിന്റെയും ആജ്ഞകൾ സ്വീകരിക്കുന്നു എന്ന അധ്യായത്തിലെ 40 മുതലുള്ള ശ്ലോകങ്ങളാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ കുറച്ച് ശ്ലോകങ്ങൾ ഇതില് ഈ ഒരു ശ്ലോകത്തിന് പിന്നെ കുറച്ച് ശ്ലോകങ്ങൾക്ക് നമുക്ക് ഭാവാർത്ഥം ഇല്ല. അപ്പൊ നമ്മൾ വിവർത്തനം വായിച്ച് മുന്നോട്ട് പോവാം. അപ്പൊ എന്താണോ ശീല പ്രഭുപാദ് ഭാവാർത്ഥം കൊടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കാം, മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളിലും നമ്മൾ ഇവിടെ ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, ഈ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഗ്രന്ഥകർത്താവായ അദ്ദേഹം ശീല വൃന്ദാവനദാസ ഠാക്കൂറെ പറ്റി പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മളെ കാണാൻ സാധിച്ചു കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളൊക്കെ. അപ്പം ചൈതന്യമംഗളം എന്ന ഗ്രന്ഥത്തിനെ പറ്റി വായിക്കൂ. അപ്പം ഈ ഗ്രന്ഥമാണ്. ഹരേ കൃഷ്ണ, മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് അതിലൊരു ശ്ലോകത്തിൽ പറയുന്നു അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ശ്ലോകത്തിലാണ്, ഏതൊരു വ്യക്തിയാണോ ചൈതന്യമംഗളം എന്ന ഈ ഒരു ഗ്രന്ഥം വായിക്കുന്നത് ആ വ്യക്തി ചൈതന്യ മഹാപ്രഭുവിന്റെ സർവ്വമഹത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യമാണ്, ഇതില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ഞാൻ മ്യൂട്ട് ചെയ്യണുണ്ട് പ്രഭു. അവര് പെട്ടെന്ന് പിള്ളേരെടുത്ത് വെച്ച് കളിക്കുന്നതാന്ന് തോന്നുന്നു പ്രഭു. സോറി പ്രഭു. കുഴപ്പമില്ല. അപ്പം അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇതില് ഇപ്പൊ ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഒരു ഉയർന്നൊരു ഭക്തൻ അല്ലെങ്കിൽ ഒരു പരിശുദ്ധ ഭക്തൻ എന്ന് പറയുന്നത് ഒരിക്കലും അദ്ദേഹം എഴുതിയ കൃതികളാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ അത്രയും ഉയർന്നതല്ല എന്ന് പറയില്ല. നമ്മൾ ഭൗതിക ലോകത്തിൽ കാണുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ പറയില്ല, ഈ ഗ്രന്ഥം നിങ്ങൾ വായിക്കൂ, ഇതാണ് ഏറ്റവും ഉയർന്നത്, ഇത് മറ്റേ ഗ്രന്ഥക്കാട് ഉയർന്നതാണ് എന്നൊക്കെ ആൾക്കാർ എഴുതുന്ന വ്യക്തികൾ അവർ തന്നെ സ്വന്തം പരസ്യപ്പെടുത്തി അവര് ആ ഒരു ഗ്രന്ഥത്തിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യും. അതിന്റെ ഉദ്ദേശം എന്താണ്? അതിലൂടെ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആത്മീയ ജീവിതം കാണാൻ സാധിക്കും, നമ്മൾ എത്രയോ ആധ്യാത്മിക ആചാര്യന്മാരും അല്ലെങ്കിൽ ഇതുപോലെ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹത് വ്യക്തികളൊക്കെ അവരെഴുതിയ ഗ്രന്ഥത്തിനെക്കാട്ടും ഉയർന്നാണ് മറ്റൊരു ആചാര്യൻ എഴുതിയ ഗ്രന്ഥം എന്നുള്ള കാര്യം അദ്ദേഹം പലപ്പോഴും അവര് അതിനെ പുകഴ്ത്തി പറയാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ കാണുന്ന എന്താണ്, ഞാൻ വലുത് നീ വലുത് എന്നല്ല, നമ്മൾ എങ്ങനെ ഭഗവാനെ സേവനം ചെയ്യുള്ളതാണ് അതിൽ വലിയൊരു കാര്യം. അതിന് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത് എന്താണ്, അപ്പം നിങ്ങൾ എല്ലാവരും ചൈതന്യമംഗളം വായിക്കൂ. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, അപ്പം അദ്ദേഹം പറയുന്നു, ഈ ഒരു ഗ്രന്ഥം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിനെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവർ പറയുന്നത്. കാരണം അതായിരുന്നു ആദ്യം എഴുതിയ ഗ്രന്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പം നമ്മൾ ഇതിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ. നമുക്ക് ചൈതന്യമംഗളം എന്ന ഗ്രന്ഥമായിരുന്നു വൃന്ദാവൻദാസ് ഠാക്കൂർ എഴുതിയത്. പക്ഷെ അതേ സമയത്ത് ലോചനദാസ് ഠാക്കൂർ പറഞ്ഞ ഒരു ആചാര്യനും ചൈതന്യമംഗളം എന്ന ഗ്രന്ഥം എഴുതി. അപ്പം രണ്ടും ചൈതന്യമംഗളം എന്ന ഗ്രന്ഥം ഒരേ അപ്പം രണ്ടുപേരും എഴുതിയ ഗ്രന്ഥത്തിന് ഒരേ പേര് വന്നു. അപ്പൊ അതൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ആവും. അതുകൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ വൃന്ദാവൻദാസ് ഠാക്കൂർ എഴുതിയ ഗ്രന്ഥത്തിന് ചൈതന്യ ഭാഗവതം എന്നുള്ള ഒരു പേര് കൊടുത്തു. കാരണം എന്താണ്, ഈ കാരണം അതില് ചൈതന്യ മഹാപ്രഭുവിന്റെ പാസ്റ്റ് ടൈംസ് എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണന്റെ പാസ്റ്റ് ടൈംസ് ഒക്കെ ലീലകളൊക്കെ നമുക്ക് വ്യാസദേവൻ രചിച്ചതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചൈതന്യ മംഗളം ശ്രീ വൃന്ദാവൻദാസ് ഠാക്കൂർ ചൈതന്യ മംഗളത്തിന് ചൈതന്യ ഭാഗവതമായിട്ടാണ് പിന്നെ അതിനെ പ്രസിദ്ധീകരിച്ചത്. പിന്നെ അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചൈതന്യ മംഗളം ചൈതന്യ ഭാഗവതം എന്ന ഗ്രന്ഥം ഉണ്ടെന്ന്. അപ്പൊ അതിലും ഒരുപാട് ചൈതന്യ മഹാപ്രഭുവിന്റെ പാസ്റ്റ് ടൈംസിനെ അല്ലെങ്കിൽ ലീലകളെ പറ്റിയൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചെയ്യുന്നതാണ്, അപ്പൊ നിങ്ങൾ ആ ഒരു ഗ്രന്ഥം വായിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു എളിമത്വമാണ് ആക്ച്വലി. കാരണം അദ്ദേഹം ഞാൻ എഴുതിയ ഗ്രന്ഥം വലുതാണെന്ന് കാണിക്കാനോ അല്ല, കാരണം അങ്ങനെ ഒരു ആചാര്യന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എഴുതിയതും നമുക്കറിയാൻ സാധിക്കും. അദ്ദേഹം എഴുതുമ്പോൾ ഒരിക്കലും ഒരു ആചാര്യൻ എഴുതിയതിനെ
എഴുതിയ ഒരു ടോപ്പിക്കിനെ പറ്റി വീണ്ടും അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യില്ല. കാരണം അത് എന്താണ് അതിന്റെ അർത്ഥം വെച്ചാൽ നമ്മൾ അദ്ദേഹത്തിനെക്കാട്ട് ഉയർന്നതാണെന്ന് നമ്മൾ ചിലപ്പോൾ കാണിക്കും. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളെ പറ്റി മാത്രമാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എഴുതിയിരിക്കുന്നത്. അപ്പം ഈ ഒരു നമുക്കറിയാം ചൈതന്യ ഭാഗവതം എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പൊ അതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ പാസ്റ്റ് ടൈംസ് കംപ്ലീറ്റ് ലീലകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൽ പറയുന്നു അല്ലെ, ചൈതന്യ മംഗളത്തിലൂടെ ശ്രീ ചൈതന്യത്തിന്റെയും നിത്യാനന്ദന്റെയും സർവ്വമഹത്വം അറിയാനും കൃഷ്ണഭക്തിയുടെ അന്തിമ നിഗമനത്തിൽ എത്താനും കഴിയും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത്രയും ഉയർന്നൊരു കാര്യമാണ് അല്ലെ. എങ്ങനെയാണോ ശ്രീമദ് ഭാഗവതം കൃഷ്ണലീലയെ പറ്റി പറയുന്നത്, അതുപോലെ തന്നെയാണ് ശ്രീ ചൈതന്യ ഭാഗവതം ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയെ പറ്റി അത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം അതിലും നമുക്കറിയാം, അപ്പൊ അതിലും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീചൈതന്യ മംഗളത്തിൽ പിന്നീട് ചൈതന്യ ഭാഗവതം എന്നറിയപ്പെട്ട ശ്രീല വൃന്ദാവൻദാസ് ഠാക്കൂർ ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ആധികാരികമായ ഉദ്ധരണികളുടെ ഭക്തിപരിത സേവനത്തിന്റെ ഉപസംഹാരവും സാരവും നൽകിയിരുന്നു എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ പറയുന്നു ആക്ച്വലി ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത വെച്ചാൽ ഇവൻ ഒരു കടുത്തൊരു നാസ്തികൻ കൂടി അത് വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഭക്തനായി തീരുന്നതാണ്. അപ്പൊ അത്രത്തോളം ശക്തിയുള്ള ഒരു ഗ്രന്ഥമാണ് അല്ലെ. നമുക്ക് അറിയാൻ സാധിക്കില്ല. നമ്മൾ പലപ്പോഴും പുസ്തക വിതരണമൊക്കെ ചെയ്യുമ്പോൾ പല ആൾക്കാരും എനിക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ ഭഗവത്ഗീത ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ ഈ ഒരു ഗ്രന്ഥം ജസ്റ്റ് കേട്ടാൽ തന്നെ അത്രയും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതാണ് അവിടെ പറയുന്നത്. കാരണം അത്രയും അദ്ദേഹത്തിന്റെ പരിശുദ്ധ പ്യൂരിറ്റി അത്രയും ഉയർന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വ്യക്തികൾ കൂടി ഭഗവാന്റെ ഭക്തി ഇദ്ദേഹത്തിന്റെ കാര്യം കൊണ്ട് നേടാൻ സാധിക്കുന്ന കാര്യമാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലോട്ട് വരാം. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തില് ഇതിൽ പറയുന്നത് എന്താണ്, ഇപ്പൊ നാരായണി അല്ലെ, നാരായണി പറഞ്ഞ ശ്രീവാസ് ഠാക്കൂറിന്റെ ഒരു നീയാണ് അല്ലെ, അനന്തരവളായിട്ടുള്ള ആ ഒരു സ്ത്രീ. അപ്പൊ അദ്ദേഹം അവര് വന്നിട്ട് ചൈതന്യമാകുന്ന ഉച്ചിഷ്ടം നിത്യേന അവർ ഭക്ഷിച്ചു. അപ്പൊ അങ്ങനെ ആണ് അവരുടെ ഗർഭത്തിൽ ആര് വന്നു, ഈ വൃന്ദാവൻദാസ് ഠാക്കൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വ്യാസദേവൻ തന്നെയാണ് അദ്ദേഹം ഗർഭത്തിൽ ജനിച്ചത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം ഭക്തിയിൽ ഉയരാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ ചൈതന്യ ചരിതാമൃതത്തിൽ തന്നെ നമുക്ക് വരും ആക്ച്വലി. ഭക്തപദജോലി, ഭക്തപദജൽ, ഭക്തേര ഉച്ചിഷ്ട, അങ്ങനെ 3 കാര്യം പറയുന്നത്. ഭക്തപദധൂളി, ഭക്തപാദജൽ, ഭക്തേര ഉച്ചിഷ്ട. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ എളുപ്പമായിട്ടും ആധ്യാത്മിക പുരോഗതി ഉണ്ടാകുന്നതാണ്. ഇപ്പൊ ഭക്തപദധൂളി അല്ലെ, ഭക്തപാദധൂളി, ഭക്തന്മാരുടെ പരിശുദ്ധ ഭക്തന്മാരുടെ പാദധൂളി അല്ലെ, ആ പാദധൂളി അവർ നടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴൊക്കെ നമ്മൾ നമസ്കരിക്കും. എന്നിട്ട് ആ പാദധൂളി എടുത്ത് നമ്മളെ ശിരസിൽ നമ്മൾ പലപ്പോഴും വെക്കാറുണ്ട് അല്ലെ. അപ്പൊ ഭക്തപാദധൂളി, ഭക്തപാദജൽ. അപ്പൊ ഭക്തപാദജൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആചാര്യന്മാരൊക്കെ വരുമ്പോൾ അവര് നമ്മൾ സ്വീകരിച്ച ശേഷം അവരെ പാദം നമ്മൾ പൂജ ചെയ്ത് അഭിഷേകം ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിനുശേഷം അത് ഭക്തപാദജൽ അത് നമ്മൾ കുടിക്കുകയും നമ്മൾ പ്രോക്ഷണം ചെയ്യുകയും ചെയ്യും. അപ്പൊ അതും പിന്നെ ഭക്തേരെ ഉച്ചിഷ്ട, അപ്പൊ അതും വളരെ ഉയർന്നതാണ്. അപ്പം അങ്ങനത്തെ പരിശുദ്ധ ഭക്തന്മാരുടെ ഉച്ചിഷ്ടം അവര് കഴിച്ച ആ കൃഷ്ണപ്രസാദത്തിന്റെ ഉച്ചിഷ്ടം, അതാണ് മഹാപ്രസാദം നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഏതൊരു വ്യക്തിയാണ് വിശ്വാസത്തോടെ അതിനെ സ്വീകരിക്കുന്നത്, ആ വ്യക്തിക്ക് വളരെ എളുപ്പമായിട്ട് ആധ്യാത്മിക പുരോഗമിക്കാൻ സാധിക്കുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെന്താ ചെയ്യുക, നമ്മൾ ഒരു മെക്കാനിക്കായിട്ട് നമ്മളിത് കഴിക്കും, അല്ലെങ്കിൽ നമ്മളതിനെ തലയിലൊക്കെ പ്രോക്ഷൻ ചെയ്യായിരിക്കും. പക്ഷെ ആ വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ അതിന്റെ എഫക്ട് ഉണ്ട്. നമ്മൾ ഭക്തി സേവനത്തിന് പ്രത്യേകത പറഞ്ഞാൽ എന്തൊരു കാര്യം നമ്മൾ പറയില്ലല്ലോ, നമ്മൾ ഒരു തവണയെങ്കിലും രഥം വലിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് മോക്ഷം ഉറപ്പാണെന്ന് പറയും. അപ്പൊ അതിനെന്താണ് അതിന്റെ അർത്ഥം, നമ്മൾ എത്രത്തോളം വിശ്വാസത്തോടെയാണ് ഒന്നിനെ ചെയ്യുന്നു അല്ലെ. ഒരു തവണ ഹരേകൃഷ്ണാന്തരം ശ്രദ്ധയോടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് കൃഷ്ണപ്രേം ലഭിക്കും നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് ഇപ്പോഴും നാമം ജപിത്തോടെ രുചിയില്ല. പക്ഷെ എന്താണ്, അപ്പൊ അത് ചെയ്യുന്നതിന്റെ എത്രത്തോളം നമ്മൾ അത് വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയും മറ്റൊരു ആഗ്രഹം ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് ഫുള്ളായിട്ട് കിട്ടുക. അപ്പൊ അതാണ് ഭക്തി സേവനത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈവൻ നമുക്ക് മറ്റൊരു യോഗ്യതകളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ആത്മാർത്ഥതയും വിശ്വാസത്തോടെ നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആധ്യാത്മികമായിട്ട് പുരോഗാൻ സാധിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ഇതിൽ ഈ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാം ഗൗര ഗണോപദേശ ദീപിക എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം കവികർണപൂര രചിച്ച ഒരു ഗ്രന്ഥമാണ്. അപ്പൊ അതില് ശ്രീകൃഷ്ണ ലീലയിൽ നമുക്കറിയാം, ശ്രീകൃഷ്ണ ലീലയിൽ നോക്കുകയാണെങ്കിൽ അതിലെ ലീലകളിൽ പങ്കെടുത്ത അതേ വ്യക്തികൾ തന്നെയാണ് ആക്ച്വലി ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളും അവര് അന്ന് പങ്കെടുക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ ആ വ്യക്തികൾ ആരായിട്ടാണ് ഇതിൽ ലീലകളിൽ പങ്കെടുത്തു എന്നുള്ള കാര്യം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഗൗര ഗണോപദേശ ദീപിക എന്ന ഗ്രന്ഥത്തിൽ. അപ്പൊ അതിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അവിടെയും ഈ നാരായണി എന്ന് പറഞ്ഞ ആ ഒരു ശ്രീല വൃന്ദാവൻദാസ് ഠാക്കൂറുടെ അമ്മ, അവര് ആരായിരുന്നു എന്ന് പറയുന്നില്ല. അതില് അവിടെ പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ശിശുവായിരുന്ന സമയത്ത് അംബിക എന്നൊരു
സ്ത്രീ പരിചരിക്കപ്പെടുകയായിരുന്നു. അപ്പൊ ആ സ്ത്രീയുടെ ഇളയ സഹോദരി ഉണ്ടായിരുന്നു. അവരാണ് കിളിംബിക എന്ന് പറയുന്നത്. അപ്പൊ കിളിംബികയാണ് നാരായണിയായിട്ട് ചൈതന്യലീലയിൽ അവതരിച്ചത്. അവരാണ് പിന്നീട് അവർ ഇവരൊക്കെ സേവനം ചെയ്ത് ഇവരുടെ ഉച്ചിഷ്ടമൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെയാണ് അവരാണ് ആക്ച്വലി ശ്രീവാസ് ഠാക്കൂറിന്റെ അനന്തരങ്ങളായിട്ട് ഉണ്ടായത്. അപ്പൊ അങ്ങനെ വിവാഹം കഴിച്ച ശേഷമാണ് ഈ വൃന്ദാവൻദാസ് ഠാക്കൂർ അദ്ദേഹത്തിന്റെ ഗർഭത്തിൽ അവരുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചത്. അപ്പം നമുക്കറിയാം. അപ്പൊ നമ്മൾ ഒരു വ്യക്തി എങ്ങനെയാണ് പ്രസിദ്ധമാകുന്നത്? ചിലപ്പോൾ നമ്മൾ ഭൗതിക ലോകത്തിൽ നമ്മൾ ഒരു വ്യക്തി പ്രസിദ്ധമാകുന്നത് എങ്ങനെയാണ്? ഒരുപാട് പണം ഉണ്ടാകുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരുപാട് എന്തെങ്കിലും പ്രശസ്തി നേടുന്ന വ്യക്തി, ഫെയിം, അല്ലെ? നമ്മൾ അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഒരു വ്യക്തി പ്രശസ്തനാകുന്നത്. പക്ഷെ കൃഷ്ണഭക്തൻ എങ്ങനെയാണ് പ്രശസ്തനാകുന്നത്? അപ്പൊ കൃഷ്ണഭക്തൻ അനുഷ്ഠിക്കുന്ന ഭഗവത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രസിദ്ധനാകുന്നത്, അല്ലെ? അപ്പൊ നമുക്കറിയാം, ഇപ്പൊ പല ഭക്തന്മാർ അവർ ചെയ്യുന്ന സേവനത്തിന്റെ ഇതിലാണ് അവരെ എല്ലാവരും ലോകം എങ്ങാനും പ്രകീർത്തിക്കുന്നത്, അല്ലെ? ശീല പ്രഭുപാദും എന്ത് ചെയ്തതുപോലെ പ്രഭുപാദ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ഉപദേശം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നമുക്കറിയാം, അല്ലെ? അമേരിക്കയിലോട്ട് 1965 കപ്പൽ കയറി അവിടെ പ്രചരണം ചെയ്തു. അപ്പൊ ഇപ്പോഴും നമ്മൾ ശീല പ്രഭുപാദിനെ പ്രകീർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹത്തിന് ഭഗവത് സേവനം കാരണമാണ്, അല്ലെ? അപ്പൊ ഭഗവത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഭക്തന്മാരും അറിയപ്പെടുന്നത്. അപ്പൊ ഒരിക്കലും ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ പേര് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവാൻ എത്രത്തോളം ഒരു ഭക്തൻ ഭഗവാന്റെ പേര്, അല്ലെ, ഭഗവാനെ പറ്റി എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെയാണ് ഭഗവാനും അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഭക്തന്റെ പ്രകീർത്തികൾ, അല്ലെ, കീർത്തികൾ എല്ലാ ലോകത്തിലും അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതാണ്. അപ്പൊ ഭഗവാനും ഭക്തനും തമ്മിൽ എപ്പോഴും അവിടെ എന്താ പറയുക, ഒരു അതീന്ദ്രിയമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നു, മത്സരം എപ്പോഴും നടക്കാറുണ്ട് എന്ന കാര്യമാണ് ഇതിന് പറയുന്നത്. അപ്പൊ അതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്ത ശ്ലോകത്തിലോട്ട് കിടക്കാം. ഇനി കുറച്ച് ശ്ലോകങ്ങൾക്ക് നമുക്ക് ഭാവാർത്ഥമില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് അത് ശ്ലോകം വായിച്ച് മുന്നോട്ട് പോവാം. നമുക്ക് 5:40-45 വരെ സമയമുണ്ട്, അതായിരിക്കും വായിച്ചു പോവാം. ശ്ലോകം 42. താൻഡ്രകി അദ്ഭുത ചൈതന്യ ചരിത വർണ്ണന യഹാര ശ്രവേണ ശുദ്ധ കൈല ത്രിഭുവന. ശബ്ദാർത്ഥം താൻഡ്ര ശ്രീല വൃന്ദാവൻദാസ് ഠാക്കൂറിന്റെ അദ്ഭുതകരമായ ചൈതന്യ ചരിതം, വർണ്ണന യാഹാര അതിന്റെ, ശ്രവണം ശുദ്ധ പരിശുദ്ധീകരിക്കപ്പെടുന്ന, കൈല ചെയ്തു, ത്രിഭുവന 3 ലോകങ്ങൾ. വിവർത്തനം: എത്ര അതിശയകരമായിട്ടാണ് അദ്ദേഹം ചൈതന്യ ലീലകൾ വർണ്ണിച്ചിരിക്കുന്നത്. ത്രിലോകങ്ങളിലുമുള്ള ഏതൊരുവനും അത് ശ്രവിക്കുന്ന പക്ഷം പരിശുദ്ധീകരിക്കപ്പെടുന്നു. ശ്ലോകം 43. അത്തയേവ ഭജ ലോക ചൈതന്യ നിത്യാനന്ദ ഖണ്ഡീവേ സംസാര ദുഃഖ പാപേ പ്രേമാനന്ദ. ശബ്ദാർത്ഥം: അതയേവ അതുകൊണ്ട്, ഭജ ആരാധിക്കുക, ലോക അല്ലയോ ജനങ്ങളെ, ചൈതന്യ ശ്രീചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, ഖണ്ഡിവേ അടിച്ചമർത്തും, സംസാര ദുഃഖ ഭൗതിക അസ്തിത്വത്തിന്റെ ദുഃഖകരമായ അവസ്ഥ, പാവെ ലഭിക്കും, പ്രേമാനന്ദം. വിവർത്തനം: ശ്രീചൈതന്യനും നിത്യാനന്ദ പ്രഭുവും നൽകിയ ഭജനക്രിയ സ്വീകരിക്കുവാനും അതിന്റെ ഭൗതികാസ്തിത്വത്തിന്റെ ക്ലേശങ്ങളിൽ നിന്ന് മുക്തരാകാനും അന്തിമമായി പ്രേമഭക്തി നേടുവാനും ഞാൻ മാലോകരോട് ആർദ്രമായി അഭ്യർത്ഥിക്കുന്നു. ശ്ലോകം 44. വൃന്ദാവന ദാസ കൈല ചൈതന്യ മംഗള താഹാദെ ചൈതന്യ ലീല വർണ്ണീല സകല. ശബ്ദാർത്ഥം: വൃന്ദാവനദാസ ശ്രീല വൃന്ദാവനദാസ ഠാക്കൂർ കൈല ചെയ്തു, ചൈതന്യമംഗളം താഹാദെ ആ ഗ്രന്ഥത്തിൽ, ചൈതന്യ ലീലകൾ വർണ്ണിച്ചു, സകല എല്ലാം. വിവർത്തനം: ശ്രീല വൃന്ദാവനദാസ് ഠാക്കൂർ ശ്രീ ചൈതന്യമംഗളം രചിക്കുകയും അതിൽ ശ്രീചൈതന്യ ലീലകൾ സർവപ്രകാരേണ വിവരിക്കുകയും ചെയ്തു. ശ്ലോകം 45. സൂത്രകരി സബലീല കരീല ഗ്രന്ഥന വാച്യ വിസ്താരീയ താഹാര കൈല വിവരണ. ശബ്ദാർത്ഥം: സൂത്രകരി സംഗ്രഹം ചെയ്തു, സഭ എല്ലാം, ലീലകൾ കരീല ചെയ്തു, ഗ്രന്ഥത്തിൽ എഴുതുക, വാച്ചെ പിന്നീട്, വിസ്താരിയ വ്യക്തമായി വിവരിക്കുക, താഹാര അവയെല്ലാം, കൈല ചെയ്തു, വിവരണം. വിവർത്തനം: അദ്ദേഹം ആദ്യം ലീലകൾ സംക്ഷിപ്തമായി രചിക്കുകയും പിന്നീട് അവ വ്യക്തമായും വിശദമായും വർണ്ണിക്കുകയും ചെയ്തു. ശ്ലോകം 46. ചൈതന്യ ചന്ദ്രേര ലീല അനന്ത അപാര വർണ്ണിതേ ഗ്രന്ഥ ഹൈല വിസ്താര. ശബ്ദാർത്ഥം: ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ അനന്ത അപരിമിതമായ അപാര ആഴമേറിയ വർണ്ണിക്കുക ഗ്രന്ഥം ഹൈല ആയിത്തീർന്നു, വിസ്താരമുള്ള. വിവർത്തനം: ചൈതന്യചന്ദ്രന്റെ ലീലകൾ അളവറ്റതും അളക്കാൻ കഴിയാത്തതുമാണ്.
അതിനാൽ ആ ലീലകളെല്ലാം വർണ്ണിച്ചപ്പോൾ ഗ്രന്ഥം അതിബൃഹത്തായി. ശ്ലോകം 47. വിസ്താര ദേഖീയ കിച്ചു സങ്കോച ഹൈല മന സൂത്രധൃത കോന ലീലാന കൈല വർണ്ണന. ശബ്ദാർത്ഥം. വിസ്തരിച്ചുള്ളത് ദേഖീയ കാണുക, കിച്ചു ചില, സങ്കോച മടി, ഹൈല ആയി തീർന്നു, മനസ്സ്, സൂത്രധൃത സംഗ്രഹം ചെയ്യുക, കോന ചില, ലീല ലീലകൾ, ന ഇല്ല, കൈല ചെയ്യുക, വർണ്ണന വിവരണം വിവർത്തനം. അത് വളരെ വിപുലമായി പോയെന്ന് കണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഉചിതമായി വിവരിച്ചിട്ടില്ലെന്ന് പിന്നീട് അദ്ദേഹത്തിന് തോന്നി. ശ്ലോകം 48. നിത്യാനന്ദ ലീല വർണ്ണനെ ഹൈല ആവേശ ചൈതന്യര ശേഷ ലീല രഹില അവശേഷ. ശബ്ദാർത്ഥം. നിത്യാനന്ദന്റെ ലീലകൾ, വർണ്ണനയുടെ കാര്യത്തിൽ ഇല ഉണ്ടായിരുന്നു, ആവേശ ഹർഷോന്മാദം ചൈതന്യ മഹാപ്രഭുവിന്റെ ശേഷലീല അന്ത്യലീലകൾ, രഹില അവശേഷിച്ചു, അവശേഷ അനുബന്ധം. വിവർത്തനം. അദ്ദേഹം ആനന്ദപൂർവ്വം നിത്യാനന്ദ ലീലകൾ വർണ്ണിച്ചെങ്കിലും ശ്രീചൈതന്യന്റെ അന്ത്യകാല ലീലകൾ പറയാതെ അവശേഷിച്ചു. ശ്ലോകം 49. സൈ സഭ ലീലാര സുനീത വിവരണ വൃന്ദാവനവാസി ഭക്തേര ഉത്കണ്ഠിത മന. ശബ്ദാർത്ഥം. സേ അവ, സഭ എല്ലാം, ലീലകളുടെ സുനിതെ കേൾക്കുന്നതിന്, വിവരണം വൃന്ദാവനവാസികൾ ഭക്തന്മാരുടെ ഉത്കണ്ഠയിൽ മനസ്സുകൾ. വിവർത്തനം. വൃന്ദാവനവാസികളായ ഭക്തന്മാർ ആ ലീലകൾ കേൾക്കുവാൻ അത്യുത്സുകരായിരുന്നു. ശ്ലോകം 50. വൃന്ദാവനെ കൽപദ്രുമേ സുവർണ സദന മഹായോഗ പീഠ താഹാൻ രത്നസിംഹാസന. ശബ്ദാർത്ഥം. വൃന്ദാവനത്തിൽ കൽപദ്രുമേ കൽപ്പവൃക്ഷങ്ങളുടെ ചുവട്ടിൽ, സ്വർണ സിംഹാസനം മഹത്തായ യോഗപീഠ പുണ്യക്ഷേത്രം, താഹാൻ അവിടെ, രത്നങ്ങൾ പതിച്ച്, സിംഹാസനം. വിവർത്തനം. വൃന്ദാവനത്തിൽ ഒരു മഹാതീർത്ഥ സ്ഥലത്ത് കൽപ്പവൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഒരു രത്നസിംഹാസനമുണ്ട്. ശ്ലോകം 51. താതേവസി ആചേ സദാ വ്രജേന്ദ്ര നന്ദന ശ്രീഗോവിന്ദ ദേവ നാമ സാക്ഷാത് മദന. ശബ്ദാർത്ഥം. താത്തെ ആ സിംഹാസനത്തിൽ, വസി ഇരിക്കുക, ആച്ചേ ഉണ്ട്, സദാ എല്ലായ്പ്പോഴും, വ്രജേന്ദ്ര നന്ദന നന്ദമഹാരാജന്റെ പുത്രൻ, ശ്രീ ഗോവിന്ദദേവൻ, നാമ പേര്, സാക്ഷാത് മദന അതീന്ദ്രിയ കാമദേവൻ. വിവർത്തനം. ആ സിംഹാസനത്തിൽ നന്ദമഹാരാജന്റെ പുത്രനും അതീന്ദ്രിയ കാമദേവനുമായ ശ്രീ ഗോവിന്ദദേവൻ വിരാജിക്കുന്നു. ശ്ലോകം 52. രാജസേവാഹയ താൻഹ വിചിത്ര പ്രകാര ദിവ്യ സാമഗ്രി ദിവ്യ വസ്ത്ര അലങ്കാര. ശബ്ദാർത്ഥം. രാജകീയ സേവനം അനുഷ്ഠിക്കുക, താൻഹ അവിടെ, വിചിത്ര വൈവിധ്യങ്ങൾ, പ്രകാര എല്ലാ രീതിയിലുമുള്ള, ദിവ്യമായ സാമഗ്രികൾ, ദിവ്യമായ വസ്ത്രങ്ങൾ, അലങ്കാര ആഭരണങ്ങൾ. വിവർത്തനം. അവിടെ ഗോവിന്ദന് വൈവിധ്യമാർന്ന രാജകീയ സേവനങ്ങൾ നൽകപ്പെടുന്നു. അവിടുത്തെ വസ്ത്രങ്ങളും ആഭരണങ്ങളും സാമഗ്രികളുമെല്ലാം ദിവ്യങ്ങളാണ്. ശ്ലോകം 53. സഹസ്ര സേവക സേവാ കരേ അനുക്ഷണ സഹസ്രവദനെ സേവാനായ വർണ്ണന. ശബ്ദാർത്ഥം. ആയിരങ്ങൾ, സേവകർ, സേവനം, കരെ ചെയ്യുന്നു, ക്ഷണം തോറും, ആയിരങ്ങൾ, വദന വായുകൾ, സേവനം, സാധ്യമല്ല, മുന്നോട്ടു പോകുന്നു, വർണ്ണന വിവർത്തനം. ആ ഗോവിന്ദ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് സേവകന്മാർ അനുക്ഷണം ഗോവിന്ദന് ഭക്തി പുരസ്സരം സേവനം അർപ്പിക്കുന്നു. 1000 നാവുണ്ടെങ്കിൽ പോലും ഈ സേവനത്തെ വിവരിക്കാൻ സാധിക്കില്ല. ശ്ലോകം 54. സേവാര അധ്യക്ഷ ശ്രീ പണ്ഡിത ഹരിദാസ താൻഡ യശ ഗുണ സർവ ജഗത്തെ പ്രകാശ. സേവനത്തിന്റെ അധ്യക്ഷൻ ശ്രീ പണ്ഡിത ഹരിദാസ പണ്ഡിതൻ, താൻഡ അദ്ദേഹത്തിന്റെ യശ കീർത്തി, ഗുണം സർവ ജഗത്തെ ലോകം മുഴുവൻ പ്രകാശ അറിയപ്പെടുന്നു. വിവർത്തനം. ശ്രീ ഹരിദാസ് പണ്ഡിതനായിരുന്നു ആ ശ്രേഷ്ഠത്തിലെ മുഖ്യ സേവകൻ. അദ്ദേഹത്തിന്റെ ഗുണങ്ങളും കീർത്തിയും ലോകം മുഴുവൻ അറിയപ്പെടുന്നു. ഭാവാർത്ഥം. ശീലപ്രഭുപാദ് കി ജയ്. ഗദാധര പണ്ഡിതന്റെ ശിഷ്യനായിരുന്നു, അനന്ത ആചാര്യന്റെ ശിഷ്യനായിരുന്നു ശ്രീ ഹരിദാസ പണ്ഡിതൻ.
ശ്ലോകം 55. സുശീല സഹിഷ്ണു ശാന്ത വദാന്യ ഗംഭീര മധുര വചന മധുര ചേഷ്ട മഹാധീര. ശബ്ദാർത്ഥം: സുശീലനായ, സഹിഷ്ണു സഹനശേഷിയുമുള്ള, ശാന്തനായ, വദാന്യ ഉദാരമതിയായ, ഗംഭീര ധീരനായ, മധുരവചന മധുരവാക്കുകൾ, മധുരചേഷ്ട മധുരമുള്ള ഉദ്യമം, മഹാധീര സമചിത്തൻ. വിവർത്തനം: അദ്ദേഹം സുശീലനും സഹിഷ്ണുവും ശാന്തനും ഉദാരമതിയും ധീരനും മധുരവചനവും പ്രവൃത്തികളിൽ സമചിത്തനുമായിരുന്നു. ശ്ലോകം 56. സപാര സമാന ഭർത്ത ഖരേന സപാരഹിത കൗടില്യ മാത്സര്യ ഹിംസ നാജാനെ താൻ രചിത്ത. ശബ്ദാർത്ഥം: സപാര എല്ലാവരുടെയും സമാന കർമ്മത ആദരപൂർണമായ ഖരേന ചെയ്തു. സപാര എല്ലാവരുടെയും ഹിത പ്രയോജനം. കൗടില്യ നയതന്ത്രജ്ഞൻ. മാത്സര്യ അസൂയ. ഹിംസ ശത്രുത. നാ ജാനെ അറിയില്ല. താൻര അദ്ദേഹത്തിന്റെ ചിത ഹൃദയം. വിവർത്തനം: അദ്ദേഹം എല്ലാവർക്കും ബഹുമാന്യനും എല്ലാവരുടെയും ഹിതകാരിയുമായിരുന്നു. കുടിലതയും ശത്രുതയും അസൂയയും അദ്ദേഹത്തിന് അജ്ഞാതമായിരുന്നു. ശ്ലോകം 57. കൃഷ്ണേര യേ സാധാരണ സദ്ഗുണ പഞ്ചാശ സേ സഭ ഗുണേര താൻര ശരീര നിവാസ. കൃഷ്ണേര യേ സാധാരണ സദ്ഗുണ പഞ്ചാശ സേ സഭ ഗുണേര താൻര ശരീര നിവാസ. കൃഷ്ണേര യേ സാധാരണ സദ്ഗുണ പഞ്ചാശ സേ സഭ ഗുണേര താൻര ശരീര നിവാസ. ശബ്ദാർത്ഥം: കൃഷ്ണ ഭഗവാന്റെ അത് സാധാരണമായ സദ്ഗുണ ശ്രേഷ്ഠ ഗുണങ്ങൾ, പഞ്ചാശ 50, സേ അവ, സഭ എല്ലാം, ഗുണേര ഗുണങ്ങൾ, താൻര അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിവസിച്ചു. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദ സ്വാമി ശീല പ്രഭുപാദയ്ക്ക് ജയ്. വിവർത്തനം: കൃഷ്ണ ഭഗവാന്റെ 50 ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സദാ സന്നിഹിതമായിരുന്നു. ഭാവാർത്ഥം: ശ്രീകൃഷ്ണന്റെ അതീന്ദ്രിയ ഗുണങ്ങൾ ഭക്തിരസാവ് സിന്ധുവിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവയിൽ 50 എണ്ണം അയം നേതാ സുരമ്യാംഗ തുടങ്ങിയവ അഗ്രഗണ്യമാണ്. ഇവയെല്ലാം ശ്രീ ഹരിദാസ പണ്ഡിതന്റെ ശരീരത്തിൽ ചെറിയ അളവിൽ ഉണ്ടായിരുന്നു. ഓരോ ജീവനും പരമദിവ്യ പുരുഷനായ ഭഗവാന്റെ ഒരംശം ആയതിനാൽ ശ്രീകൃഷ്ണന്റെ ഈ 50 ശ്രേഷ്ഠ ഗുണങ്ങളും യഥാർത്ഥത്തിൽ നേരിയ അളവിൽ ഓരോ ജീവനിലും ഉണ്ട്. ഭൗതിക പ്രതിയുമായുള്ള ബന്ധം മൂലം ഈ ഗുണങ്ങൾ ബദ്ധജീവനിൽ ദൃശ്യമാകുന്നില്ല. പക്ഷെ അവൻ പരിശുദ്ധ ഭക്തനായി തീരുമ്പോൾ ഈ ഗുണങ്ങളെല്ലാം അവനിൽ സ്വാഭാവികമായി പ്രകടമാകുന്നു. ഇത് ശ്രീമദ് ഭാഗവത്തിൽ 5, 18, 12 പ്രസ്താവിച്ചിട്ടുണ്ട്. താഴെ വരുന്ന ശ്ലോകത്തിൽ അത് പറയുന്നു. അപ്പം ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു അല്ലെ, ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ലീലകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണം അല്ലെ. എങ്ങനെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഹരിദാസ പണ്ഡിതൻ എന്ന് പറഞ്ഞ ഒരു ഗദാധർ പണ്ഡിതന്റെ ഒരു ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം വന്നിട്ട് ഗദാധർ പണ്ഡിതൻ ശിഷ്യനായിരുന്ന അനന്താചാര്യന്റെ ശിഷ്യനാണ് ഈ ഹരിദാസ പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹമായിരുന്നു ആ ഗോവിന്ദ ക്ഷേത്രത്തിൽ ഭഗവാന് ഭക്തിപുരസരം സേവനം അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു ഹരിദാസ പണ്ഡിതൻ എന്ന് പറഞ്ഞ ഒരു മഹത് ഭക്തന്റെ ഗുണങ്ങളെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം എന്താണ്? സുശീലനാണ്, സഹിഷ്ണുവും ശാന്തനും ഉദാരമതിയും ധീരനും മധുരവചനവും പ്രവൃത്തികളും സമചിത്തനുമായിരുന്നു. അപ്പം ഒരു ഭക്തന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റീസിനെ പറ്റിയാണ് അല്ലെ, ഗുണങ്ങളെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം അത് എത്രത്തോളം കാരണം എപ്പോഴും ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെയും ശാന്തമായിട്ടും അങ്ങനെ സംസാരിക്കുന്ന വ്യക്തികളോടാണ് നമുക്ക് പുതിയ ആൾക്കാർക്ക് ഇടപഴകാൻ ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഭക്തനുമായി കാണുന്ന ഗുണങ്ങളാണ് ഇത് പറയുന്നത് അല്ലെ. പല പല രീതിയിലുള്ള ഈ ഗുണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ശ്ലോകത്തിൽ കാണാൻ സാധിക്കും അദ്ദേഹം എല്ലാവർക്കും ബഹുമാന്യനാണ്. അപ്പൊ എല്ലാവരും അദ്ദേഹത്തിന് ബഹുമാനിക്കും അല്ലെ. നമുക്ക് ഭൗതിക ലോകത്തിലാണെങ്കിൽ നമുക്ക് എല്ലാവരെയും കൊണ്ട് നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കില്ല അല്ലെ. ഇപ്പൊ നരേന്ദ്രമോദി എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി ആണെങ്കിൽ കൂടി പല ആൾക്കാരും അദ്ദേഹത്തിന് ബഹുമാനിക്കണമെങ്കിലും പല വ്യക്തികൾക്കും ചിലപ്പോൾ ബഹുമാന്യം ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ അടുത്ത്. അവര് പറയുന്നതാണ് അദ്ദേഹം നമ്മൾ വിചാരിക്കുന്ന പോലെ അദ്ദേഹം ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ബഹുമാന്യമല്ല. അപ്പൊ ഏതൊരു വ്യക്തി എടുത്താലും അല്ലെ, ഏതൊരു സ്പോർട്സ് സ്റ്റാർ എടുത്താലും ശരി, അല്ലെങ്കിൽ ഏതൊരു വ്യക്തി എടുത്താലും കുറച്ചുപേര് അദ്ദേഹത്തിന് ബഹുമാനിക്കും, കുറച്ചുപേർക്ക് അത്ര ബഹുമാനം ഉണ്ടാവില്ല. പക്ഷെ ഒരു കൃഷ്ണഭക്തനെ എല്ലാവരും ബഹുമാനിക്കും. കാരണം എന്താണ്? അദ്ദേഹം എല്ലാവരുടെയും നന്മ കാംക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം എന്താണ്? എല്ലാവരുടെയും ഒരു
അഭ്യുതകാംക്ഷി അല്ലെ, ഒരു നോൺ എൻവിയസ് വെൽവിഷറാണ് അല്ലെ അദ്ദേഹം നോക്കുകയാണെങ്കിൽ അല്ലെ. ആർക്കും ഒരു എന്താ പറയാ അസൂയ ഇല്ലാതെ എല്ലാവർക്കും നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാവരും ബഹുമാനിക്കുന്നത്. അപ്പം കാരണം എല്ലാവരുടെയും ഹിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു റിയൽ ആയിട്ട് ഒരു കൃഷ്ണഭക്തൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്തുണ്ടാവില്ല, കുടിലതയോ അല്ലെങ്കിൽ ശത്രുതയോ അസൂയയോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിൽ കാണാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി, അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തി ഇവിടെ പറയുന്നു, ഭഗവാൻ കൃഷ്ണന്റെ 50 ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സദാ സന്നിഹിതമായിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്ന ശ്ലോകത്തിൽ. നമുക്കിവിടെ കാണാൻ സാധിക്കും ഭഗവാന്റെ പല പല ഗുണങ്ങളെ പറ്റി ഭക്തി രസാമൃത സിന്ധു എന്ന ഗ്രന്ഥത്തിൽ ശ്രീല രൂപ ഗോസ്വാമി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ അതില് മെയിൻ ആയിട്ട് ഒരു 50 ഗുണങ്ങളെ പറ്റിയാണ്. ഭഗവാന്റെ ഗുണങ്ങൾ അനേകമാണെങ്കിലും അതിൽ പ്രോമിനന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയെ പറ്റിയാണ് നമ്മൾ അതിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ പറയുന്നു, ഇപ്പൊ ഭഗവാന്റെ ആ 50 ഗുണങ്ങള് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെല്ലാം അപ്പൊ ഈ ഹരിദാസ പണ്ഡിതൻ എന്ന് പറയുന്ന ആ ഒരു പരിശുദ്ധ ഭക്തൻ, അദ്ദേഹത്തിന് ഈ ഈ 50 ഗുണങ്ങളും ചെറിയ തോതിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ഒരിക്കലും ഭഗവാൻ എപ്പോഴും ഭഗവാനാണ്, ജീവാത്മ എന്നത് ജീവാത്മാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഭഗവാൻ ആവാൻ സാധിക്കില്ല. നമുക്ക് പൂർണ്ണമായിട്ടും ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ഒരു വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഒരു പരിശുദ്ധ ഭക്തൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിന്റെ അകത്തിൽ അദ്ദേഹത്തിന്റെ ഇതിൽ കാണാൻ സാധിക്കും. അതേ തോതിൽ ഒരു ചെറിയ തോതിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇതൊക്കെ ചിലപ്പം അത്രയും ഭഗവാനിൽ നിന്ന് വലിയ ആശീർവാദം കിട്ടിയ വ്യക്തികളോ അല്ലെങ്കിൽ അത്രയും ഉയർന്ന വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ ആവാൻ സാധിക്കുള്ളൂ, നമുക്കത് ആവാൻ സാധിക്കില്ല നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇതിൽ പറയുന്നു അപ്പൊ ഓരോ ജീവാത്മാക്കൾക്കും പരമജീവത്വ പുരുഷന്റെ എല്ലാ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ഗുണങ്ങൾ ഉണ്ട്. ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗുണങ്ങൾ ഓൾറെഡി നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും അത് നമ്മൾ പുറത്തു പോയിട്ട് അത് ഒരു വാങ്ങേണ്ട സാമഗ്രിയല്ല. നമ്മൾ എന്താണ് ചെയ്യുക, നമുക്കത് ഭക്തി സേവനം ചെയ്ത് ഭഗവാന്റെ നാമജപവും ശ്രവണ കീർത്തനത്തിലൂടെ നമുക്ക് ഈ ഓരോ ഗുണങ്ങളും നമ്മളുള്ളിൽ ഉള്ള ആ മറഞ്ഞുപോയ ഗുണങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഭൗതിക ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഭൗതിക പ്രകൃതിയുമായിട്ടുള്ള ബന്ധം പോലെ നമ്മൾ ഇതിനെ മറന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ആ ഗുണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എപ്പോഴാണ് ഒരു വ്യക്തി ശ്രവണ കീർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഗുണങ്ങളൊക്കെ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിലുള്ള കാമ ക്രോധ ലോഭ മത മാത്സര്യമൊക്കെ മാറ്റി നമുക്ക് ഈ നല്ല ഗുണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്കതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നാണ് ഈ ഭാവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഒരു കൃഷ്ണഭക്തൻ ഇല്ലെ, എല്ലാവരും ഭക്തന്മാരാണ്. നമ്മൾ ചിലപ്പോൾ പറയും ഒരു വ്യക്തി അവിശ്വാസിയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി നിരീശ്വരവാദിയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ബ്രഹ്മവാദിയാണ് ഇല്ല. അപ്പൊ നമ്മൾ പലതും പറയും അല്ലെ. പക്ഷെ ശരിക്കും നോക്കുകയാണെങ്കിൽ എല്ലാവരും ഭഗവാൻ കൃഷ്ണ ഭക്തന്മാരാണ്. കാരണം എന്താണ്, ജീവേര സ്വരൂപേ കൃഷ്ണേരെ നിത്യദാസ് അല്ലെ. അപ്പൊ അല്ലെ, അപ്പൊ കൃഷ്ണന് നിത്യദാസനാണ്. ഒരു ജീവാത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്, കൃഷ്ണന്റെ ദാസനാണ് അദ്ദേഹം. അപ്പൊ അത് കുറച്ചുപേര് മറന്നിരിക്കുകയാണ് പൂർണ്ണമായിട്ടും. അപ്പൊ നമ്മൾ കുറച്ച് വ്യക്തികളൊക്കെ നമുക്ക് ഭഗവാന്റെയും ഭക്തന്മാരുടെയും പ്രഭുപാദിന്റെ ഒക്കെ കാരുണ്യം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണെന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ കുറച്ച് ആ സമയമെങ്കിലും നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആ ഒരു ഭഗവാന്റെ അടുത്തുള്ള ആ പരിശുദ്ധ ഭക്തിയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ അത് വളർത്തിയെടുക്കാനുള്ള പ്രോസസ്സാണ് നമുക്ക് ഈ ശ്രവണ കീർത്തനം. അതുകൊണ്ടാണ് നവ്യത ഭക്തിയിൽ ആദ്യം വരുന്നത് ശ്രവണ കീർത്തനം, വിഷ്ണു സ്മരണം, പിന്നെയാണ് സ്മരണം വരുന്നത്. അത് ഭഗവാനെ പറ്റി കേൾക്കുക, പിന്നെ നമ്മൾ ഭഗവാനെ പറ്റി നാമം ജപിക്കുക, ഭഗവാനെ പറ്റിയുള്ളത് വാക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുകൂടി നമ്മളൊരു ഡ്യൂട്ടിയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി സ്മരണം അദ്ദേഹത്തിന് മനസ്സിൽ വരും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് പരിശുദ്ധ ഭക്തനായി തീർന്നു കഴിഞ്ഞാൽ ഈ ഭഗവാനിൽ കാണുന്ന ഈ ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അകത്ത് വരും. അപ്പം അറിയാം, അപ്പൊ നമുക്ക് എന്തൊക്കെ നല്ല ഗുണങ്ങൾ ഒരു വ്യക്തിക്ക് എല്ലാ നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഒരു വ്യക്തി ഭഗവാന്റെ ഭക്തനല്ലെങ്കിൽ അദ്ദേഹത്തിന് ആക്ച്വലി ആ ഗുണങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല എന്നാണ് ശ്രീമദ് ഭാഗവതം കൂടി പറയുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ശ്ലോകം കൂടി വായിക്കാം. ഇന്ന് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഈ 5-ാം സ്കന്ധത്തിലെ 18-ാം അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകമാണ്. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ശ്ലോകം 58, അടുത്ത ശ്ലോകം. യസ്യാസ്തി ഭക്തിർ ഭഗവതി അകിഞ്ചന സർവേർ ഗുണൈസ്തത്ര സമാസുതേസുര ഹരാവഭക്തസ്യ കുതോ മഹത് ഗുണ മനോരഥേനാസതി ദാവതോ മഹി. ശബ്ദാർത്ഥം, യസ്യ ഏതൊരുവൻ, അസ്തി ഉണ്ട്, ഭക്തിയുത സേവനം, ഭഗവതി ഭഗവാന്, അകിഞ്ചന പ്രതീക്ഷകളില്ലാതെ, സർവേ എല്ലാം, ഗുണൈഹി ഗുണങ്ങൾ, തത്ര അവിടെ, സമാസതെ പ്രകടമാകുന്നു, സുരാഹ എല്ലാ ദേവന്മാരോടും കൂടി, ഹരൗ പരമോന്നത വ്യക്തിയായി, അഭക്തസ്യ ഒരു അഭക്തന്, കുതഹ എവിടെ, മഹത് ഗുണ ഉന്നത ഗുണങ്ങൾ, മനഃ രഥേന കെട്ടിച്ചമച്ച്, അസതി ഭൗതിക അസ്തിത്വം, ദാവതഃ ഓടുന്നു, ബഹിഹി ബാഹ്യമായി. വിവർത്തനം: കൃഷ്ണനിൽ അചഞ്ചലമായ ഭക്തിയുള്ള ഒരുവനിൽ കൃഷ്ണന്റെയും ദേവന്മാരുടെയും എല്ലാ ശ്രേഷ്ഠ ഗുണങ്ങളും പ്രകടമാകുന്നു. എന്നാൽ ഭഗവത് ഭക്തി ഇല്ലാത്ത ഒരുവനിൽ
ശ്രേഷ്ഠ ഗുണങ്ങൾ ഒന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ അയാൾ ഭഗവാന്റെ ബാഹ്യശക്തിയാകുന്ന ഭൗതിക പ്രകൃതിയിൽ മനോകൽപ്പനകളിൽ മുഴുകി ജീവിക്കുന്നു. അപ്പം ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. അപ്പൊ നമുക്ക് നമുക്ക് പല പല നല്ല ഗുണങ്ങൾ വളർത്തണം എന്ന് എല്ലാവരും നമ്മൾ സ്കൂളുകളൊക്കെ നമ്മൾ പഠിക്കില്ല. നമ്മൾ കുട്ടികൾക്ക് നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കണം, ഈ ഗുണങ്ങൾ വേണം, സത്യസന്ധത വേണം, ഇത് വേണം, അത് വേണം. നമ്മൾ പല ഗുണങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പം ഈ ഗുണങ്ങളൊക്കെ നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് വളരെ എളുപ്പ ഒരു വഴി എന്താണ്? ശരിക്കും നമ്മൾ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തനായാൽ മതി. ഭഗവാൻ കൃഷ്ണന്റെ ഭക്തനാകുന്നതുകൊണ്ട് ഒരു വ്യക്തിക്ക് എല്ലാ നല്ല ഗുണങ്ങളും നമുക്ക് വന്ന് വന്നു ചേരുന്നാണ് പറയുന്നത് അല്ലെ. അചഞ്ചലമായ ഒരു ഭക്തിയുടെ ഒരു വ്യക്തിയിൽ കൃഷ്ണന്റെയും ദേവന്മാരുടെയും എല്ലാ ശ്രേഷ്ഠ ഗുണങ്ങളും അദ്ദേഹത്തിൽ പ്രകടമാകുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. നമ്മൾ പരിശുദ്ധ ഭക്തിയെ അല്ലെ, നമ്മൾ ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാവാൻ ശ്രമിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട എല്ലാ നല്ല ഗുണങ്ങളും നമ്മുടെ ഹൃദയത്തിൽ വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മളും എന്ത് ചെയ്യണം? നമ്മൾ ഭക്തി ചെയ്യുകയും അതിന്റെ കൂട്ടത്തിൽ തന്നെ ആചാര്യന്മാർ പറയുന്ന അവരുടെ വചനങ്ങൾ അത് കേട്ട് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പം ജസ്റ്റ് നമ്മളിപ്പം നമ്മൾ എന്താ പറയാ, നമ്മള് ഒരു കടയിൽ പോയി അല്ല ഒരു ATM മെഷീനിൽ പോയി നമ്മൾ കാർഡ് കിട്ടിയതിന് ഉടനെ പൈസ വരുന്ന പോലെ എല്ലാം ഓട്ടോമാറ്റിക് അല്ല ശരിക്കും. നമ്മൾ ഇവിടെ ഭക്തി ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഭക്തി ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യുക? ചെയ്യുന്ന സമയത്ത് നമ്മൾ അപരാധമില്ലാതെ ഭക്തി ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഭക്തന്മാരായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ റെസ്പെക്ടോടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മൾ അവിടെ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം, ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. നമ്മൾ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ആചാര്യന്മാരുടെ വാക്കുകൾ മനസ്സിലാക്കി അതിന് സ്ഥലകാല മാത്രം അനുസരിച്ചല്ലേ അതനുസരിച്ച് വേണം നമ്മൾ അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എല്ലാ നല്ല ഗുണങ്ങളും ശ്രേഷ്ഠ ഗുണങ്ങളും പ്രകടമാകുന്നു എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ എല്ലാവരും കൃഷ്ണഭക്തന്മാരാണ്, പക്ഷെ അത് മറന്നിരിക്കുകയാണ്. അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഈ നമ്മുടെ ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനം നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം എന്താണ്? നമ്മൾ പറയുന്നത് എന്താണ്? കൃഷ്ണഭക്തൻ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഭഗവാൻ കൃഷ്ണന്റെ ഭക്തന്മാരാണ്. അത് മറന്നിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ഭക്തി സേവനം, നവോദിത ഭക്തി നമുക്ക് ചെയ്തു തരുന്നത്. അതേ സമയത്ത് ഒരു വ്യക്തി അദ്ദേഹത്തിന് ബാക്കി എന്തൊക്കെ നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം അങ്ങനെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ബാക്കി എന്തൊക്കെ നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ ഭൗതിക തലത്തിൽ ചിലപ്പോൾ നല്ല ഗുണങ്ങളായിട്ട് നമുക്ക് തോന്നിയേക്കും. പക്ഷെ ആധ്യാത്മിക തലത്തിൽ ആ ഗുണങ്ങൾ കൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താണ്? അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ ഈ ഭൗതിക പ്രകൃതിയിൽ അദ്ദേഹം എന്താണ് മനോകൽപ്പനം മൊഴി ജീവിക്കുന്നതുകൊണ്ട് ആ ഗുണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു പ്രയോജനവും ഇല്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് ഒരിക്കലും ആ ഗുണങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ ജന്മമൃത്യു ജരാവധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അതിന് സഹായകമായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ കൃഷ്ണൻ നമ്മൾ അചഞ്ചലമായിട്ടുള്ള ഭക്തി കൊണ്ടുവരാണെങ്കിൽ നമുക്ക് എല്ലാ നല്ല ഗുണങ്ങളും വരാൻ സാധിക്കും. അപ്പൊ ശ്രീല പ്രഭുപാദിന്റെ കാര്യം എടുത്ത് അതിനെ നമുക്ക് കാണാൻ സാധിക്കും. പ്രഭുപാദിന്റെ അല്ലെ, പ്രഭുപാദിന്റെ ആ പരിശുദ്ധ ഭക്തിയാണ് ആക്ച്വലി ബാക്കിയുള്ള വ്യക്തികളെ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനത്തിലും അട്രാക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ശ്രീല പ്രഭുപാദ് അമേരിക്കയിൽ പോയപ്പോഴും അദ്ദേഹത്തിന് അവിടുത്തെ വ്യക്തികൾ എങ്ങനെയാണ് അവരുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ എന്താണെന്നോ അതൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഭഗവാനിൽ അചഞ്ചലമായ വിശ്വാസവും ഭക്തിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പരിശുദ്ധ ഭക്തിയാണ് ആക്ച്വലി ബാക്കിയുള്ളവർ അട്രാക്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ സ്നേഹവും അദ്ദേഹത്തിന്റെ കാരുണ്യവും അദ്ദേഹത്തിന്റെ അനുകമ്പയുമാണ് ബാക്കിയുള്ള വ്യക്തികളെ കൂടി കൃഷ്ണഭക്തിയിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. ഒരു കൃഷ്ണഭക്തനായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും നന്മ കാംക്ഷിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ബാക്കിയുള്ള വ്യക്തികൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് നമുക്ക് എല്ലാവരും സ്നേഹിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഭഗവാൻ കൃഷ്ണന്റെ ഒരു പരിശുദ്ധ ഭക്തനാവാനുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, എല്ലാവരും ഭഗവാന്റെ പരിശുദ്ധ ഭക്തി നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവർക്കും ആ നന്മ കിട്ടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് പലപ്പോഴും സംശയം വരായിരിക്കും. പക്ഷെ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുക? അല്ലയോ ഭഗവാൻ, അങ്ങയുടെ പരിശുദ്ധ ഭക്തനാക്കണമേ, എല്ലാവർക്കും പരിശുദ്ധ ഭക്തി നൽകണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ സമർപ്പിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയും ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ഇത് ചെയ്യാൻ. അപ്പം കാരണം പരിശുദ്ധ ഭക്തിയാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്. കാരണം പരിശുദ്ധ ഭക്തി ഭഗവാനെ കൂടി നമ്മൾ പരിശുദ്ധ ഭക്തിയോട് നമുക്ക് ഭഗവാനെ കൂടി അട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സർവ്വ ആകർഷകനാണ് ഭഗവാൻ. പക്ഷെ ആ സർവ്വ ആകർഷകനായ ഭഗവാനെ കൂടി പരിശുദ്ധ ഭക്തി ആ ഭഗവാനെ തന്നെ അട്രാക്ട് ചെയ്യുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈവൻ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ ഭക്തന്മാരുടെ ദാസനായിട്ട് കൂടി ഭഗവാൻ ചിലപ്പോൾ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്ന സമയത്തിന്റെ അർജുനന്റെ ആയാലും ശരി, അല്ലെങ്കിൽ നമ്മൾ പല പല ലീലകളിൽ പ്രഹ്ലാദ് മഹാരാജിന് വേണ്ടി നരസിംഹ ഭഗവാൻ അവതരിച്ചു അല്ലെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പരിശുദ്ധ ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ തന്നെ പല പല ലീലകൾ ആടി പരിശുദ്ധ ഭക്തന്റെ പ്രകീർത്തി കൂട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം സഹായിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ പരിശുദ്ധ ഭക്തനാകുന്ന വ്യക്തി, ഒരു ഭഗവാന്റെ ഭക്തൻ പരിശുദ്ധ ഭക്തനാകുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാ നല്ല ഗുണങ്ങളും വരും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ നല്ല ഗുണങ്ങൾക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ ഗുണം വേണം ആ ഗുണം വേണം നമ്മൾ ചിന്തിക്കേണ്ട. എന്താണോ ഭഗവാൻ തരുന്ന ഉപദേശങ്ങൾ അതിനെ നമ്മൾ സിൻസിയർ ആയിട്ട് ഫോളോ ചെയ്യുക, നാമം ജപിക്കുക, എല്ലാവർക്കും നന്മ ചെയ്യണം എന്നുള്ള ആഗ്രഹം നമ്മൾ വരുത്തുക. എല്ലാവർക്കും ഈ കൃഷ്ണഭക്തിയെ പ്രചരണം ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഈ നല്ല നല്ല ഗുണങ്ങൾ ഗ്രാജ്വലി
അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യും. അപ്പൊ അതിന് നമ്മൾ നമ്മുടെ സൈഡ് നമ്മൾ എൻഡവർ ചെയ്യണം, ബുദ്ധി കൂടി ഉപയോഗിക്കണം. പക്ഷെ ഭഗവാന്റെ കാരുണ്യമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് എല്ലാ നല്ല ഗുണവും ഉണ്ടാവും. അപ്പൊ നമുക്കും എങ്ങനെയാണോ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഹരിദാസ് പണ്ഡിതന് എല്ലാ നല്ല ഗുണങ്ങളും വന്നത്, അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ആ നല്ല ഗുണങ്ങൾ ഓൾറെഡി ഉറങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ. അപ്പൊ അതിനെ നമ്മൾ ഉണർത്തിയെടുക്കാനുള്ള പ്രോസസ്സാണ് ഈ കൃഷ്ണഭക്തി. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ടും ഭഗവാൻ കൃഷ്ണനടുത്ത് പ്രാർത്ഥിക്കുക, എനിക്ക് പരിശുദ്ധ ഭക്തി വേണമെന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഭക്തിയോ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ നല്ല നല്ല ഗുണങ്ങൾ കാലക്രമേണ വരും. അല്ലെ, നമുക്ക് എങ്ങനെയാണോ നമ്മൾ രാവിലെ അല്ലെ, നമുക്കറിയാം സൂര്യോദയത്തിന് മുമ്പ് തന്നെ നമുക്ക് പ്രകാശം കാണാൻ സാധിക്കും. അല്ലെ, സൂര്യൻ പൂർണ്ണമായിട്ടും പുറത്തു വരണമെന്നില്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് പ്രകാശം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് കൃഷ്ണഭക്തി പരിശീലിക്കുന്ന ഒരു വ്യക്തിക്കും കാണാൻ സാധിക്കും. ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് നല്ല നല്ല ഗുണങ്ങൾ പുറത്തോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പൂർണ്ണമായിട്ട് പരിശുദ്ധ ഭക്തനായില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ നല്ല ഗുണങ്ങൾ പ്രകടമാകാൻ തുടങ്ങും. എങ്ങനെയാണ് സൂര്യൻ പൂർണ്ണമായിട്ട് വന്നില്ലെങ്കിൽ കൂടി വെളിച്ചം പുറത്തു വരുന്ന പോലെ തന്നെ. അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എല്ലാവരും പരിശുദ്ധ ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഭഗവാനെ എനിക്ക് പരിശുദ്ധ ഭക്തി നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് സമർപ്പിക്കേണ്ടത്. നമ്മൾ നാമജപം ജപിക്കുമ്പോഴും ഒരു സേവനം ചെയ്യുമ്പോഴും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് പരിശുദ്ധ ഭക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അതാണ് ഭഗവാൻ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം. നമുക്ക് അതിലൂടെ മാത്രമാണ് നമുക്ക് സന്തോഷവും യഥാർത്ഥമായിട്ടുള്ള സംതൃപ്തി നേടാനും സാധിക്കും. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇന്നത്തെ ക്ലാസ്സിൽ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അങ്ങനെയാണെങ്കിൽ ക്ലാസ് എൻഡ് ചെയ്യാം. വന്നു ചേർന്ന എല്ലാ ഭക്തന്മാരും വിനീതമായിരുന്നു. ശ്രീ ജഗന്നാഥ് താങ്ക് യു മാതാജി. ശ്രീ ജഗന്നാഥ് ജയ്. കില പ്രഭുപാദ കി ജയ്. സമവേദ ഗൗരവ ഭക്തവൃന്ദം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു.